പാമ്പൻ പാലത്തിന്റെ കരുത്ത് ശങ്കർ സിമന്റ് തകർക്കാൻ പറ്റാത്ത വിശ്വാസം. 90കളിൽ ദൂരദർശനിൽ മലയാളം വാർത്തയ്ക്ക് തൊട്ടു മുൻപ് സ്ഥിരമായി വന്നിരുന്ന പരസ്യമാണിത്. അന്നത്തെ കുട്ടിക്കാലത്ത് പാമ്പൻ പാലം എന്താണെന്നോ എവിടെയാണെന്നോ അറിയില്ലായിരുന്നു. കടലിലൂടെയുള്ള പാലമാണെന്ന് മാത്രം അറിയാം. കാലം കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ കരയെ രാമേശ്വരം ദ്വീപുമായി ബന്ധിപ്പിച്ച് 1988 നിർമ്മിച്ചതാണ് പാമ്പൻ പാലം എന്നറിഞ്ഞത്. ഈ പാലം വരുന്നതിന് മുൻപേ അവിടെ കപ്പലുകൾക്ക് പോവാനായി വഴി മാറിക്കൊടുക്കുന്ന റെയിൽവേ പാലമുണ്ടെന്നറിഞ്ഞത് പിന്നെയും കുറെ കഴിഞ്ഞാണ്. പാമ്പൻ പാലത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തൊട്ടു മുമ്പിൽ സമാന്തരമായി റെയിൽ പാലവുമുണ്ട്. ഈ റെയിൽ പാലത്തിന്റെ ചരിത്രത്തിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ സുവർണകാലത്തോളം തന്നെ പഴക്കമുണ്ട്. പാക് കടലെടുപ്പിന് കുറുകെ പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് ധനുഷ്കോടിയും ശ്രീലങ്കയുമായുള്ള സാമീപ്യമാണ്. തൂത്തുക്കുടിയിൽ നിന്നായിരുന്നു ശ്രീലങ്കയിലേക്ക് ചരക്കുകൾ കൊണ്ടുപോയിരുന്നത്. 250 കിലോമീറ്റർ സഞ്ചരിക്കണം. തുടർന്നാണ് പാമ്പൻ ദ്വീപിനെ ബന്ധിപ്പിച്ച് പാലം നിർമ്മിച്ച് ധനുഷ്കോടിയിൽ നിന്ന് വലിയ ബോട്ടുകളിലൂടെയുള്ള ഗതാഗതം നടത്താമെന്ന് ആലോചന വന്നത്. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കടലിലൂടെ 16 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പാലം നിർമ്മിക്കാൻ പോലും ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ആലോചിച്ചിരുന്നു. സാമ്പത്തിക ബാധ്യത താങ്ങാൻ കഴിയാത്തതിനാൽ ഒഴിവാക്കിയതാണ്. 1914 ഫെബ്രുവരി 24 പാലം നിർമ്മാണം പൂർത്തിയായത്. സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനി MD ആയിരുന്ന നെവിലെ പ്രീസ്ലി ആയിരുന്നു ഉദ്ഘാടകൻ. വൈറ്റ് എന്ന ഇംഗ്ലീഷുകാരനായിരുന്നു പ്രൊജക്ട് ഓഫീസർ. കപ്പലുകൾക്ക് കടന്നു പോകേണ്ടിയിരുന്നതിനാൽ നടുഭാഗം കപ്പലിന്റെ വീതിയിൽ ഇരുവശങ്ങളിലേക്കുമായി ഉയർത്തി മാറ്റാവുന്ന രീതിയിലാണ് പാലമുള്ളത്. റോപ്പ് ഉപയോഗിച്ചാണ് പാലം ഉയർത്തിയിരുന്നത്. ലണ്ടനിൽ നിർമ്മിച്ച് ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു. 1988 റോഡ് പാലം വരുന്നവരെ ഇരുകരയിലുമുള്ളവർ കടൽ കടന്നത് ഈ പാലത്തിലൂടെയായിരുന്നു. നമ്മൾ കേരളീയർക്കും ഈ കടൽപ്പാല നിർമ്മാണത്തിൽ അഭിമാനിക്കാൻ വകയുണ്ട്. മലബാറിൽ നിന്നുള്ള മാപ്പിള കലാസിമർ പാലം നിർമ്മാണത്തിൽ നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. 1964 ചുഴലിക്കാറ്റിൽ പാലത്തിന് കാര്യമായ തകരാറുകൾ സംഭവിച്ചു. എങ്കിലും പാലത്തിന്റെ നടുവിലെ ലിഫ്റ്റ് ചുഴലിയിൽ തകർന്നില്ല. ഈ ഭാഗം നിലനിർത്തി പിന്നീട് പുതുക്കി പണിതതാണ് ഇപ്പോഴുള്ള പാലം. നമ്മുടെ സ്വന്തം മെട്രോമാൻ ശ്രീധരൻ സാറാണ് ചുരുങ്ങിയ സമയം കൊണ്ട് പാലം പുതുക്കി പണിതത്. പാമ്പൻ പാലം വന്നതോടെ ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈമാന്നാറിലേക്ക് നിരവധി ചെറുകപ്പലുകൾ സർവീസ് നടത്തിയിരുന്നു. അവിടെ നിന്ന് കൊളംബോയിലേക്ക് ട്രെയിനുമുണ്ട്. ചെന്നൈയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും കോട്ടയത്തു നിന്നുമെല്ലാം ഒറ്റ ടിക്കറ്റിന് കൊളംബോ വരെ എത്താമായിരുന്നു. പിന്നീട് തമിഴ് പുലികളുടെ സ്വാധീനം ശക്തമായതോടെയാണ് ബോട്ട് സർവീസ് നടത്തിയത്. പഴയ പാമ്പൻ പാലത്തിന് 2057 മീറ്റർ നീളമുണ്ട്. 145 തൂണുകളാണ് പാലത്തെ താങ്ങി നിർത്തുന്നത്. 40 അടി വീതിയുള്ള കുരുക്ക് ഗാർഡറുകളുമുണ്ട്. ഈ പാലം അപകടാവസ്ഥയിൽ മാത്രമാണ് ബാക്കിയുള്ളത്. പഴയ പാലത്തേക്കാൾ 3 മീറ്റർ ഉയരത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. കപ്പലുകൾക്ക് പോകുന്നതിനുള്ള സംവിധാനം പുതിയ പാലത്തിലുമുണ്ട്. പക്ഷേ പഴയ സാങ്കേതിക വിദ്യയല്ല. കപ്പൽ ചാലിന്റെ ഭാഗത്തെ റെയിൽ പാലം പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തുന്ന രീതിയിലാണ് പുതിയ പാലം നിർമ്മിച്ചത്. ഈ ടെക്നോളജി കൂടുതൽ സുരക്ഷിതവും മെയിൻ്റനൻസ് കുറഞ്ഞതുമാണ്. പുതിയ പാലത്തിലൂടെ ട്രെയിനുകളുടെ പരീക്ഷണോട്ടം പുരോഗമിക്കുകയാണ്. ചെറിയ മിനുക്കുപണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അടുത്തു തന്നെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാലം ഉദ്ഘാടനം ചെയ്യുന്നതോടെ വീണ്ടും ട്രെയിനുകൾ രാമേശ്വരം ദ്വീപിലെത്തി തുടങ്ങും. നാട്ടുകാരും വിനോദസഞ്ചാരികളുമെല്ലാം അതിനായി കാത്തിരിക്കുകയാണ്. അണ്ണെ ഇന്ദിരാഗാന്ധി ബ്രിഡ്ജ് എന്ന പാമ്പൻ പാലം 1988 ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. 2.34 കിലോമീറ്ററാണ് പാലത്തിന്റെ നീളം. ഇന്ത്യയിലെ രണ്ടാമത്തെ നീളമേറിയ കടൽപ്പാലമാണിത്. ചെറിയ കപ്പലുകൾ കടന്നു പോകാവുന്ന വിധത്തിൽ ആർച്ച് മോഡലിലാണ് പാലം പണിതത്. ഒരിക്കലെങ്കിലും രാമേശ്വരം സന്ദർശിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും ആ യാത്ര നിങ്ങൾ പ്രതീക്ഷിച്ചതിലും മനോഹരമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. മറ്റൊരു യാത്രാവിശേഷമായി വീണ്ടും വരാം.